അപ്പോൾ നമ്മളിത് അടുത്ത സ്ഥലത്ത് വന്നു. അവിടെ നിന്ന് ഇറങ്ങി വയനാട് ഹണി മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുൽദുൽ അങ്ങ് പാർക്ക് ചെയ്ത്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് നമുക്ക് പോകാം. എന്നിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ഇവിടുന്ന് അടുത്ത സ്ഥലം പിടിക്കും. കാരണം നമുക്ക് ടൈഗർ റിസർവ് കയറാനുള്ള നമ്മളിത് ടിക്കറ്റ് എടുത്തത് ഇതണ്ട അങ്ങോട്ട് കയറുക. ഈ ഒരു മെഷീൻസിൻ്റെ പേരാണ് ഹണി പ്രോസീൻ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ തേൻ ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീൻസാണ്. അത് 2 പേർപ്പസാണ്. ഒന്ന് വെച്ചാൽ നമ്മൾ ശേഖരിക്കുന്ന തേയില വെള്ളത്തിൽ നമുക്ക് വേസ്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് അതിന് ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഈ ഇതെന്ന് വെച്ചാൽ ഓഹനയാണ്. തേനീച്ച അടക്കുന്നുണ്ടോ? ആർക്കിടെക്ചർ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ ഭൂമിയിൽ നിന്നും തേനീച്ചകൾ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു 4 വർഷം ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇത് റീസൺ വെച്ചാൽ തേങ്ങിന് എത്രത്തോളം ജലാംശം നടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്. അത് ഒക്കെ ഫാർമസിന്റെ എക്യുപ്മെന്റ് ആണ്. സ്മോക്കർ എന്ന് പറയുമ്പോൾ വയലിൽ നിങ്ങൾ തേങ്ങ എടുക്കാൻ പോകുമ്പോൾ ഒരു കരിച്ചേകേണ്ടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് കത്തിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്താൽ പോകെ പോയിക്കോളൂ. അപ്പോൾ തേനീച്ച കൊടുത്താൽ മാറിപ്പോകും. നമുക്ക് ഈസി ആയിട്ട് അവിടെ നീക്കം എടുക്കാൻ പറ്റും. സോ ഇത് 2 പെൺതേനീച്ചയും ഇത് ആൺതേനീച്ചയാണ്. ഈ ആൺതേനീച്ച എന്ന് പറഞ്ഞാൽ ഒറ്റൊരു പണിയുള്ളത് മീറ്റിംഗ് മാത്രമാണ്. ബട്ട് മീറ്റിംഗ് അതിനകത്ത് ഇദ്ദേഹം മരിച്ചു പോയി. ഈ ഒരു പെൺതേനീച്ചയാണ് പുറത്ത് പോയിട്ട് തേനെടുക്കുന്നതും നമ്മൾ കുത്തുന്നതും കുട്ടികളെ ഫീഡ് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത് ഈ ഒരു പെൺതേനീച്ചയാണ്. ലൈക്ക് ആർമി പോലൊക്കെ ചെയ്യുന്നത് ഈ ഒരു പെൺതേനീച്ചയാണ്. പിന്നെ റാണി എന്ന് വെച്ചാൽ ആ കൂട്ടിൽ പ്രത്യുൽപാദനശേഷി ആകുന്നത് റാണിക്ക് മാത്രം. സോ പെർ ഡേ തന്നെ 1000 മുട്ടയിടും. മൾട്ടിഫ്ലോറ ഹണീസ് എന്ന് പറയും. ഒന്ന് മോണോഫ്ലോറ ഹണീസ് എന്ന് പറയും. പല പൂക്കളെടുക്കുന്നത് ഒരേ പൂണ്ടെടുക്കുന്നത്. അപ്പം പല പൂക്കളാണ് ഉദാഹരണത്തിന് ശരിയാണ് കാട്ടുതേശം എന്നൊക്കെ പറയുമ്പോൾ സിംഗിൾ ഫ്ലോർ ഹണി. അതിനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ ഒരു ഉദാഹരണത്തിന് ലിച്ചി പൂക്കുന്നുണ്ടാക്കില്ല ടൈമിൽ. ആ ടൈമിൽ നമ്മൾ അതിൻ്റെ പ്ലാന്റേഷനിൽ ഈ പെട്ടി ഇൻസ്റ്റോൾ ചെയ്യും. സോ അറൗണ്ട് 3 കിലോമീറ്റർ നടുവിൽ തേൻ എടുക്കാൻ പോകും. സോ അത് മെയിനായിട്ടും ആശ്രയിക്കുന്നത് എടുക്കുന്ന നെക്ടറുമായിട്ട് മാത്രമായിരിക്കും. സോ നമ്മൾ ചുമ്മാ എടുക്കുന്നില്ല. ഓരോ തേനിലും ഓരോ പൂവിനും ഓരോ മെഡിസിൻ വാല്യൂണ്ട്. അപ്പോൾ ലിച്ചിയാണെങ്കിലും സിതറാണെങ്കിലും ഇതിൻ്റെ ഔഷധം നമുക്ക് അവിടെ നോക്കാം. നമ്മൾ ആമയും മുതലയൊക്കെ കണ്ടോ? പാമ്പ് എല്ലാ സാധനങ്ങളും എന്തോ എന്തൊക്കെയോ ഉണ്ട്. ബുള്ളറ്റൊക്കെ ഇരിക്കുന്നത് പഴയ മോഡൽ.
സാധനമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വലിയ മുള്ളിരിക്കും. പക്ഷെ അതുണ്ട് തേനീച്ച കൂടാതെ